ഒരുവിധം വില കൂടിയ ഏതൊരു വസ്തുവും ഇന്ന് പൊതുവെ ആളുകൾ ഇൻഷുർ ചെയ്ത് കാണാറുണ്ട്. അതിപ്പോൾ വില കൂടിയൊരു മൊബൈൽ വാങ്ങിയാലോ അതെ, ഒരു വാഹനമായാലും അതെ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പണം ചിലവഴിക്കാതെ അത് നന്നാക്കി കിട്ടുമല്ലോ. എന്നാൽ ഏറ്റവും വില പിടിച്ചതെന്താണ്? നമ്മുടെ ലൈഫ്. അത് നിങ്ങൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടോ? ആരോഗ്യമുള്ള ജോലിയുള്ള ചെറുപ്പക്കാർക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ മാസം തോറും 10,000 ഒന്നും അടയ്ക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ലൈഫ് ഇൻഷുറൻസിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് രൂപമായിട്ടുള്ള ടേം ഇൻഷുറൻസിനെ കുറിച്ചാണ്. മാസം വെറും 695 രൂപയെ കൊടുത്ത് 2 കോടിയുടെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ മാസം 10,000 ഒക്കെ ഇൻഷുറൻസിനായിട്ട് ചെലവഴിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ടേം ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആവാറില്ലേ, പഴയ ടാക്സ് ലാബ് പിന്തുടരുമ്പോൾ നമുക്ക് ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാർച്ചിന് മുമ്പ് ഒരു ടേം ഇൻഷുറൻസ് എടുക്കണം. ഇനി മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ ബഡ്ജറ്റ് വരുമ്പോൾ പ്രീമിയം കൂടാനും സാധ്യതയുണ്ട്. ഞാൻ തന്നിരിക്കുന്ന ഈ ഒരു ലിങ്കിലൂടെ നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കും. ഇതുകൂടാതെ നമുക്കിവിടെ ഒരു ഏജന്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഏജന്റിന് കൊടുക്കേണ്ടി വരുന്ന തുകയും ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കിട്ടും. ഞാൻ തന്നിരിക്കുന്ന ലിങ്കിലൂടെ ഒരു ടേം ഇൻഷുറൻസ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ടേം ഇൻഷുറൻസ് കിട്ടുമെന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ പരിഗണിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു ടേം ഇൻഷുറൻസ് കമ്പനികൾ തരുന്നത്. കാരണം ടേം ഇൻഷുറൻസിൽ നിങ്ങൾക്ക് വളരെ തുച്ഛമായൊരു തുകയ്ക്ക് കോടികളുടെ കവറേജാണ് കമ്പനികൾ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് മാത്രമേ കമ്പനികൾ ടേം ഇൻഷുറൻസ് അനുവദിക്കുള്ളൂ. ഇപ്പം ഞാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിൽ പോയിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടേം ഇൻഷുറൻസ് കിട്ടുമോ കിട്ടില്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അപ്പം തന്നെ അറിയാൻ പറ്റും. ഈ ടേം ഇൻഷുറൻസിൽ നമ്മളടക്കുന്ന പ്രീമിയം നമുക്ക് തിരികെ തരാറില്ല. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ നമ്മളടക്കുന്ന പ്രീമിയം തിരികെ തരുന്ന ഇൻഷുറൻസ് പോളിസികളും ലഭ്യമാണ്. പക്ഷേ അതൊന്നും വേണ്ടാന്ന് ഞാൻ പറയുള്ളൂ. കാരണം ചില അതിനൊക്കെ പ്രീമിയം വളരെ കൂടുതലാണ്. ഇതാകുമ്പോൾ വളരെ തുച്ഛമായൊരു തുകയ്ക്ക് നല്ലൊരു കവറേജ് നമുക്ക് ലഭിക്കും. നമുക്ക് കവറേജ് ആണല്ലോ മുഖ്യം. ഓൺലൈനിൽ ഇപ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് 24 മണിക്കൂറും കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്. അത് നമ്മുടെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളത്തിൽ. പിന്നെ ആവശ്യമെങ്കിൽ ഡോക്യുമെന്റ് കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് അവരുടെ സ്റ്റാഫ് നമ്മുടെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്തോളും. ഇന്ത്യയിലെ പ്രശസ്തമായ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിലൂടെ എടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, അതിനോടൊപ്പം ക്രിട്ടിക്കൽ ഇൽനെസ് ബെനിഫിറ്റ് റൈഡ്, ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ തുടങ്ങി നമുക്ക് ഉപകാരപ്രദമായ ആഡ് ഓണുകൾ കൂടി ആ ഒരു ഇൻഷുറൻസിനോടൊപ്പം ചേർക്കാനും സാധിക്കും. ഞാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിലൂടെ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇന്ത്യയിലെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ അതിൽ മറ്റു ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും മികച്ച ഒരു ടേം ഇൻഷുറൻസ് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ടേം ഇൻഷുറൻസ് കിട്ടുമോ, കിട്ടുകയാണെങ്കിൽ അതിന് എത്രയാവും പ്രീമിയം എന്നൊക്കെ ആ ഒരു ലിങ്കിലൂടെ ഒന്ന് ചെക്ക് ചെയ്തോളൂ.